Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. 3 ഘട്ടങ്ങളിലായി 284 മണ്ഡലങ്ങൾ ഇതിനോടകം വിധിയെഴുതി കഴിഞ്ഞു. ഇനി വിധിയെഴുതാൻ 259 മണ്ഡലങ്ങൾ. പ്രചാരണം കടുപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. 4ാം ഘട്ടത്തോടടുക്കുമ്പോൾ ന്യൂനപക്ഷ സംവരണം പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നു. BJP അധികാരത്തിലെത്തിയാൽ മുസ്ലിം സംവരണം അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് തെലങ്കാനയിൽ അമിത്ഷാ. തെലങ്കാനയിൽ നിലവിലുള്ള 4% സംവരണം എടുത്തു കളയുമെന്നും അത് SC, ST, OBC വിഭാഗങ്ങൾക്ക് നൽകുമെന്നും അമിത്ഷാ ആവർത്തിക്കുന്നു. സംവരണം നൽകുന്നതിന് മതം അടിസ്ഥാനമാക്കില്ലെന്ന് മോദിയും പറയുന്നു. അതേസമയം മോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്കാണ് കോൺഗ്രസ് നീക്കം. തമിഴ്നാട് ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. പോരു കടുക്കുമ്പോൾ ന്യൂനപക്ഷ സംവരണത്തിൽ കൊമ്പ് കോർക്കുകയാണ് നേതാക്കൾ. ഈ വിഷയം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പരിശോധിക്കുന്നു. എനിക്കൊപ്പം ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് മനു ഭാരതുമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. വീണ്ടും സ്വാഗതം. മനു, ഇനി 4 ഘട്ടങ്ങളാണ് നടക്കാനുള്ളത്. 284 എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ്. 2ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവരണം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പ്രധാനമന്ത്രി തന്നെ അതിന് തുടക്കമിടുന്നു. അതിപ്പോൾ കത്തിക്കയറുകയാണ്. ഇപ്പോൾ അതിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് എത്തുന്നു. നമ്മൾ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഈ ന്യൂനപക്ഷ സംവരണത്തിന്റെ പ്രാധാന്യം? ഇതിൽ ഈ വരാനിരിക്കുന്ന 4ാം ഘട്ടം BJPയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ്. ഒന്ന്, ദക്ഷിണേന്ത്യയിലേക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അവർ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJP പ്രാധാന്യം നൽകുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇസ് ബാർ 400 പാർ എന്ന BJPയുടെ പ്രയോഗം ഫലവത്താകണമെങ്കിൽ ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ ഒരു മേൽക്കൈ നേടാൻ BJPക്ക് കഴിയണം. ആ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ 3ാം ഘട്ടത്തോടു കൂടി നമ്മൾ കാണുന്നത് BJPയുടെ ഒരു പ്രചരണ തന്ത്രം മാറുകയാണ്. നേരത്തെ മറ്റു പല വിഷയങ്ങളിലും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ച് നടത്തിയിരുന്നൊരു പ്രചരണം ഇതിൻ്റെ ഒരു 3ാമത്തെയും 4ാമത്തെയും ഘട്ടത്തിൽ വരുമ്പോഴേക്കും അത് റാം ആൻഡ് റിസർവേഷൻ എന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ന് തെലങ്കാനയിലെ ബോംഗേറിൽ അമിത്ഷാ അവിടെ പ്രചരണം നടത്തി. രൂക്ഷമായ ആരോപണമാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നൊരു പ്രധാന കാര്യം ഈ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ഒരു പ്രാധാന്യം നൽകുന്നു. നടപ്പിലാക്കും, ഖുർആൻ അനുസരിച്ചുള്ള ഭരണങ്ങൾ കൊണ്ടുവരും, മുത്തലാഖ് തിരിച്ചു വരും, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ അദ്ദേഹം അവിടെ നടപ്പിലാക്കുകയാണ്. ഖുർആൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭരണം നടക്കുക. ഇങ്ങനെ ഉള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അതേസമയം ആന്ധ്രാപ്രദേശിലും സമാനമായ രീതിയിൽ ഉള്ള
പ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു വ്യത്യാസം, അവിടെ സ്വാഭാവികമായും TDP അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ കർണൂലിലും തെലുങ്കാനയിലും ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ സമാനമായ തർക്കം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ഇതിനെ മറുത്തുകൊണ്ട് കർണൂലിൽ അവിടെ ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം വ്യക്തമാക്കിയത് ഈ മുസ്ലിം സംവരണത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നാണ്. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ ഒരു വിവാദം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആരംഭിച്ച ആ ഒരു വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ ആദ്യം ഈ ന്യൂനപക്ഷ സംവരണത്തിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കി, പിന്നെ അത് കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു, ഇനി അത് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ്. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണ BJPക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക തങ്ങൾക്ക് അനുകൂലമായി എന്നൊരു നീക്കമായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് തീർച്ചയായും. എന്തായാലും അവിടെ മനു, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധിയായിട്ടുള്ള പരാതി, ഇത് വിദ്വേഷ പ്രസംഗമാണ്, വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ പോയിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം. ഇപ്പോൾ കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം ഇതിനെതിരെ കോടതിയെ തന്നെ സമീപിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ തന്നെയും ദേശീയ തലത്തിൽ രാഹുൽ ഇന്നലെയൊക്കെ സാമ്പിത് റോഡയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ അംബാനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ പറയുമ്പോൾ പോലും ഇതിൽ നേരിട്ടൊരു മറുപടി പറയാൻ കോൺഗ്രസിന് പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഇതിൽ ഈ സാമ്പിത് റോഡയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നതെന്ന് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു. അത് അമേരിക്കയിലും മറ്റിടങ്ങളിലുമൊക്കെ ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് ആ സ്വത്ത് കൈമാറുമ്പോൾ വലിയ തുക നികുതിയായി അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ മക്കളിലേക്ക് ഇങ്ങനെ വലിയ സമ്പാദ്യം മാറ്റിവെക്കുന്നതിൽ നിന്ന് വലിയൊരു തുക ഭരണകൂടത്തിന് ലഭിക്കും എന്നാണ്. അത് ചുവട് പിടിച്ചാണ് ഇത് ആദ്യത്തെ ഒരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തുന്നത്. ഇങ്ങനെ ഹൈന്ദവ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ പണം തട്ടിയെടുത്ത് വേറെ കുറേ മക്കളുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു നീക്കം നടക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിക്കുന്നു. അതെ, കെട്ടുതാലി പോലും ആഭരണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ സംസാരിച്ചത്. അതെ, അപ്പോൾ അത്തരം വിഷയങ്ങൾ അദ്ദേഹം അവിടെ ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഈ രാജസ്ഥാനിൽ ഈ മധേപൂരിലൊക്കെ അദ്ദേഹം ഒക്കെ ഇത്തരം വിവാദങ്ങൾ അദ്ദേഹം ഉയർത്തുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഈ ടോങ്സായി മധേപൂരയിലും സമാനമായ വിവാദം ഉയർത്തുമ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അത് തട്ടിയെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകാനുള്ളൊരു നീക്കം നടക്കുന്നു. അപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ജാതി സെൻസസ് ആവശ്യമാണ്. കാരണം ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അവരുടെ അർഹിക്കുന്ന അംഗീകാരം ഇനിയും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ പിന്നോക്കക്കാരുടെ പിന്നോക്കാവസ്ഥ തുടരുന്നു എന്നൊരു നയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആദ്യം അതിനെ എതിർത്ത പ്രധാനമന്ത്രി പിന്നീട് അത് ഒരു പക്ഷേ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാകണം ഇത് മാറ്റുന്നത്. ഇന്ന് അമിത്ഷാ പറഞ്ഞത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഇരട്ടിയാക്കും എന്നാണ്. നേരത്തെ ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 50% വരെ ആക്കാവൂ എന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. അതാണ് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സമാനമായ ഒരു നിലപാടുമായി വന്നിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗങ്ങളിൽ SC/ST OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം അത് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് 50%-ലധികം വർദ്ധിപ്പിക്കാൻ ഇവിടെ മനു ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ ജാതി സെൻസസ് എന്ന ഒരു വിഷയം ചർച്ചയാക്കാനും അത് പ്രധാന അജണ്ടയാക്കാനും ശ്രമിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അത് BJP കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന അതിൻ്റെ കാരണമായി ചരൺ സിംഗിനും മറ്റുമൊക്കെ പിന്നീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരത് രത്ന അവാർഡുകൾ കർപ്പൂരി താക്കൂറിനുൾപ്പെടെ നൽകിക്കൊണ്ടുള്ള നീക്കം നടന്നപ്പോൾ അത് BJP കേന്ദ്രങ്ങളെ അത് അസ്വസ്ഥപ്പെടുത്തി എന്നതിൻ്റെ സൂചനയായി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു അജണ്ട അതിന് പിൻപറ്റി BJP നീക്കം നടത്തിയത്, അതിപ്പോൾ ഈ നിലയിലുള്ള പ്രചരണങ്ങളിലേക്ക് എത്തപ്പെട്ടത്? അല്ലെ, സ്വാഭാവികമായും കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്, അതായത് ഈ ന്യൂനപക്ഷങ്ങൾ, അല്പസംഖ്യക്, അതുപോലെ
പിച്ചഡയിലോ എന്ന തരത്തിലുള്ള വിഭാഗങ്ങൾ, അതായത് പിന്നോക്ക സാഹചര്യങ്ങളിലുള്ളവർ, അതുപോലെ ന്യൂനപക്ഷം, ഇവരുടെ ഒരു പിന്തുണ കോൺഗ്രസ്സിന് കിട്ടും എന്നതാണ്. കാരണം BJP ഒരു സമ്പന്ന പാർട്ടിയും സവർണ പാർട്ടിയും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ളൊരു പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. പക്ഷേ അതിനെ പെട്ടെന്ന് തന്നെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ നമ്മൾ കണ്ടു. ബിർസ മുണ്ടയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ പിന്നെ ട്രൈബൽ മേഖലയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം BJP ആ ഘട്ടത്തിൽ തന്നെ ആരോപിച്ചു. പക്ഷേ ഇവിടെ ഈ തർക്കമുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്തെന്നാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ TDPക്ക് പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. TDP BJPയുടെ NDAയുടെ സഖ്യകക്ഷിയാണെങ്കിലും അവരുടെ ഒരു നിലപാട് ഈ 5% അല്ലെങ്കിൽ 4% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് നൽകണം, അത് നിലനിർത്തണം എന്നതാണ്. TDP അതിൻ്റെ BJP ഈ വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും TDP അതിന് ഒരു പടി അപ്പുറത്തേക്ക് ചെല്ലുന്നു. അവർ പള്ളികളുടെ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പ്രതിമാസം 5000 രൂപ അനുവദിക്കുമെന്ന് പറയുന്നു. ഈദ്ഗാഹുകൾക്ക് പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മരണാനന്തര കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ശ്മശാനങ്ങളും അതുപോലെ ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലം ഒക്കെ വിട്ടു നൽകുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർക്ക് പെൻഷൻ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. ഒപ്പം ഈ മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് പലിശരഹിത വായ്പ ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഹജ്ജ് യാത്രയ്ക്ക് പിന്നെ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നു. ഇമാമുകൾക്ക് ഓണറേറിയം നൽകുമെന്ന് പറയുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ വലിയൊരു പാക്കേജ് TDP വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ BJP സ്വാഭാവികമായും ഒരു ഹിന്ദു വോട്ട് അല്ലെങ്കിൽ മെജോറിറ്റി സമുദായത്തിൻ്റെ വോട്ട് കൺസോൾട്ടേഷന് ഒരു വശത്ത് ശ്രമിക്കുന്നു. TDP അവരുടേതായിട്ടുള്ള മറ്റൊരു അജണ്ടയുമായി പോകുന്നു. അപ്പോൾ ഇത് ഫലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് ആണ് NDAയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇതൊരു അഭിപ്രായ ഭിന്നതയായി കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ തർക്കമായി വരാം. ഏതായാലും ജഗൻമോഹൻ റെഡ്ഡി വളരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്ത് സംഭവിച്ചാലും 4% സംവരണം തുടരും എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംവരണത്തിലെ ഒരു കാര്യത്തിൽ ഈ പിന്നോക്ക വിഭാഗം മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെയാണ് പ്രധാനമായും അത് ഉൾക്കൊള്ളിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിലിപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ കുറച്ച് സാമ്പത്തിക ശേഷിയും ഒക്കെ മുന്നോട്ടുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ പഠാൻ, സെയ്ദ്, മുഗൾസ് അതുപോലെ ഒക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അത്തരം ആളുകളെ കുറേ കൂടി ഒരു പിന്നെ അവർക്ക് സംവരണം ഉണ്ടാകില്ല, പക്ഷേ അവർക്ക് കുറേ കൂടി നല്ലൊരു സാഹചര്യം ഉള്ളവരാണ്. അപ്പോൾ അത് പറ്റില്ല അതേസമയം പിന്നോക്ക സാഹചര്യങ്ങളിലുള്ള ആളുകൾക്ക് കൂടുതൽ റിസർവേഷൻ നൽകുക എന്ന നിലപാടിലേക്ക് അവർ വരുന്നു. ആന്ധ്രാപ്രദേശിലാകട്ടെ ഈ ബോട്സ ഝാൻസി എന്ന വിശാഖപട്ടണത്തെ സ്ഥാനാർത്ഥി ഇന്ന് വളരെ രൂക്ഷമായി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ വിശാഖപട്ടണത്തിൽ പിന്നെ BJPക്കെതിരെ അവരുടെ ഒരു പ്രയോഗം ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ വലിയ ശക്തമാകുകയും ഒക്കെ ചെയ്തു. അതേസമയം ഗുണ്ടൂരിൽ നമ്മൾ കാണുന്നത് ചന്ദ്രബാബു നായിഡു നേരെ തിരിച്ച് ഈ BJP എടുത്ത ഒരു നിലപാടിന് വ്യത്യസ്തമായൊരു നിലപാട് അവിടെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പക്ഷത്ത് നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതായാണ്. പ്രധാനമായും ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ പ്രധാനമായും നടക്കുന്നത്. വലിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഈ 4ാം ഘട്ടത്തോടനുബന്ധിച്ച് നടക്കാനുണ്ട്. നമ്മൾ 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണല്ലോ നീങ്ങുന്നത്. അതിൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 80% വരുന്ന ഭൂരിപക്ഷ സമുദായവും ഏതാണ്ട് 14% ന്യൂനപക്ഷ വിഭാഗങ്ങൾ. പക്ഷേ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അവർ സംവരണമായാലും സ്വത്തായാലും ഒക്കെ കൊള്ളയടിക്കുന്നവരായും നുഴഞ്ഞുകയറ്റക്കാരായും ചിത്രീകരിക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യം, ആ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ എങ്ങനെ ഉണ്ടാകും എന്നതാണ് കരുതേണ്ടത്. BJP ഉദ്ദേശിക്കുന്ന തലം കോൺഗ്രസിന് അവിടെ കൃത്യമായ നിലപാട് പറയാൻ പറ്റാത്തൊരു സാഹചര്യവുമൊക്കെ ഉണ്ടോ? അല്ല, സ്വാഭാവികമായും തെലങ്കാനയിൽ ഒരു 10 സീറ്റോളം NDA പ്രതീക്ഷിക്കുന്നുണ്ട്.
അങ്ങനെ വന്നാൽ മാത്രമേ അവരിപ്പോൾ പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ 10 സീറ്റുകളിൽ അധികം അവിടെ നിന്ന് ജയിക്കണം എന്നൊക്കെയുള്ളൊരു നിലപാടാണ്. അപ്പോൾ അത് എത്ര കണ്ട് സാധ്യമാകും എന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷേ ഈ തെലങ്കാനയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ മുഴുവൻ പ്രചരണത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഈ തർക്കം ആദ്യം വരുന്നത്. ഇത് ഏപ്രിൽ 30 ആണ് പ്രധാനമായും ആദ്യം തെലങ്കാനയിൽ ഈ സഹീറാബാദിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഈ സംവരണത്തിനെതിരെയുള്ള ഒരു നീക്കം ആദ്യമായി അവിടെ നിന്നാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് രാജസ്ഥാനിൽ ആണ് ആദ്യം രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാരയിലുമൊക്കെ അദ്ദേഹം ഈ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുന്നു, കൂടുതൽ കുട്ടികളുള്ളവർ എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെയൊക്കെ സംബന്ധിച്ച് പിന്നീട് തർക്കം മുറുകിയപ്പോൾ പഠനങ്ങൾ പുറത്തു വന്നു. ഫെർട്ടിലിറ്റി റേറ്റ് മറ്റുള്ളവർക്ക് തുല്യമായി തന്നെയാണ് മുസ്ലിം സമുദായത്തിന് ഉള്ളതെന്നും 92-93 കാലഘട്ടങ്ങളിൽ 4.4 ആയിരുന്നത് 2019-20 ആകുമ്പോൾ 2.3 കുറയുന്നു. അപ്പോൾ അവർ അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കുന്നവരൊന്നും അല്ല എന്ന തരത്തിലൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നു. പ്രധാനമന്ത്രി തന്നെ പിന്നീട് തൻ്റെ ആദ്യത്തെ ഈ ജലോറിലും ബൻസ്വാരയിലുമുള്ള ഈ പ്രസംഗം ഒന്ന് മയപ്പെടുത്തി താൻ ഒരു വിഭാഗത്തിനെതിരല്ല, പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിലാണ് വരുന്നത്, എന്നാൽ ആർക്കും ഒരു വിവേചനം ഈ കേന്ദ്ര പദ്ധതികളിൽ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കുറച്ചൊക്കെ വരുന്നു. പിന്നീട് അതിന് ശേഷമാണ് ഈ മേധക്കിൽ വീണ്ടും തെലങ്കാനയിൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് മെയ് 1 ഗുജറാത്തിൽ വരുന്നു. അതേപോലെ മേധക്കിൽ ഈ വിഷയം വരുന്നു. പിന്നീട് മെയ് 2 ആകുമ്പോഴത്തേക്കും കോൺഗ്രസിനുള്ള വോട്ട് ജിഹാദിനുള്ള ഒരു വോട്ടാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്കും അവകാശമുണ്ട് രാജ്യത്തിന്റെ സ്വത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന മൻമോഹൻ സിംഗിന്റെ 2006 പരാമർശം ചൂണ്ടിയാണ് നരേന്ദ്രമോദി ഈ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. പക്ഷേ അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചാകുന്നുണ്ടോ എന്നാണല്ലോ ചോദ്യം. സാം പിട്രോഡയുടെ പരാമർശമാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ടാക്സ് സംവിധാനം അമേരിക്കയിലുണ്ട്, അത് സാധാരണക്കാർക്ക് കൂടി രാജ്യത്തിന്റെ അല്ലെങ്കിൽ പൊതു സ്വത്ത് വിഹിതം എത്തുന്ന തരത്തിലാണ്, അതിനെ താൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മളുടെ രാജ്യത്തിന്റെ സാഹചര്യം എന്താണ്, സാമ്പത്തിക അവസ്ഥ എന്താണ്, അവിടുത്തെ ആ ഡിവൈഡ് എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും പക്ഷേ അത് വിശദീകരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു എടുത്തുചാടിയുള്ളൊരു പ്രതികരണം വലിയ തോതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു പ്രവണത കൂടി, വോട്ടിംഗ് പ്രവണത കൂടി അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ദേശീയ നേതൃത്വത്തിന് ഒരു പക്ഷേ ശക്തമായി പ്രതികരിക്കാൻ കഴിയൂ. അതേസമയത്ത് പ്രാദേശിക നേതൃത്വത്തിന് ഇപ്പം മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് തമിഴ്നാട് കടന്നാണ്. അപ്പോൾ അവർക്ക് പ്രാദേശിക നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടികൾ എടുക്കാം. പക്ഷേ ഒരു ദേശീയ നേതൃത്വം എന്ന തരത്തിൽ വരുമ്പോൾ അവർ കുറെ കൂടി ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അങ്ങനെ വരാതിരുന്നാൽ അത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കും എന്ന് അവർക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംവരണത്തെക്കുറിച്ച് ഇങ്ങനെ സംവരണം വർദ്ധിപ്പിക്കും എന്ന കാര്യം പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പ്രാദേശികമായ ഈ വിഷയം മുസ്ലിം സംവരണം 4% എന്നത് പറയാനൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. പലയിടത്തും BJP അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് വേണം, നിങ്ങൾ സംവരണം 50% മുകളിലേക്ക് ഉയർത്തും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ, അല്ലെങ്കിൽ OBC കോട്ട വെട്ടിക്കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രചരണങ്ങൾ അവർ നടത്തുന്നു. ഏതായാലും ഇതൊക്കെ ഒരു വലിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മത അടിസ്ഥാനത്തിൽ സംവരണം സാധ്യമാണോ അല്ലയോ എന്ന സംബന്ധിച്ചുള്ള ഒരു തർക്കവും പ്രധാനമന്ത്രി തുടങ്ങി വയ്ക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭരണഘടന പ്രധാനമന്ത്രി പറയുന്നത്, ഭരണഘടന പറയുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണത്തിന് മാത്രമേ ഭരണഘടന അംഗീകാരം നൽകുന്നുള്ളൂ എന്നതാണ്. മത അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം ഭരണഘടനയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ ഈ ഭരണഘടനാ ശില്പികളായ ആളുകൾ ഇത് സംബന്ധിച്ച് ഒക്കെ അന്ന് അവർ ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്ന ഘട്ടത്തിലൊക്കെ അവർ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ചതാണ്. മതാടിസ്ഥാനത്തിൽ വേണോ, സാമ്പത്തിക അടിസ്ഥാനത്തിൽ വേണോ, അങ്ങനെയൊക്കെ ഉള്ള പഠിച്ചതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു വാദം അന്ന് ഈ ജാതി അടിസ്ഥാനത്തിൽ മതി എന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിക്കുന്ന ഒരു സമിതിയിൽ RSSകാരുണ്ടായിരുന്നില്ല, BJPക്കാരുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ ഭരണഘടനാ ശില്പികൾ അവരുടെ താല്പര്യം അല്ലെങ്കിൽ ഇത് കൃത്യമായി പഠിച്ച് BJPയുടെ ഒരു നിലപാടിനെ കണക്കിലെടുക്കാതെ തന്നെ അവർ പഠിച്ച് കണ്ടെത്തിയ ഒരു നിലപാടാണ് ഇത് ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുക, പിന്നോക്ക സാഹചര്യങ്ങളിലേക്ക് കൊടുക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ സംവരണം വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഏറ്റവും ഒടുവിൽ അത് ഇപ്പോൾ 10% സംവരണം അവർക്ക് നൽകാനുള്ളൊരു കേന്ദ്ര നടപടി ഉണ്ടായി. അപ്പോൾ ഇതിൽ ഈ ഭരണഘടന പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ പല കേസുകൾ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മണ്ഡൽ കമ്മീഷൻ്റെ തുടക്കത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു നമുക്കറിയാം 90കളിലാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ തർക്കമൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ വരുന്നു. മണ്ഡൽ കമ്മീഷന് അന്ന് രാജീവ് ഗോസ്വാമി എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അതോടുകൂടി അത് വലിയ വിവാദമൊക്കെ ആകുകയും ചെയ്യുന്നു. പക്ഷെ അതിനൊക്കെ എങ്ങനെയാണ് ഉത്തരേന്ത്യയെ സ്വാധീനിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ളൊരു പഠനം ആരംഭിച്ചിരുന്നു. മണ്ഡൽ കമ്മീഷൻ എന്നത് BP മണ്ഡലിൻ്റെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു പഠനം 79ലാണ് ആരംഭിച്ചത്. അന്ന് ഈ ജനതാ സർക്കാരാണ് ഇത്തരം ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുകയൊക്കെ ചെയ്ത മൊറാർജി ദേശായിയാണ് അതിന് മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തത്. അതിൽ അവർ നടത്തിയൊരു പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏറെക്കുറെ 52% ആളുകൾ പിന്നോക്ക സാഹചര്യത്തിൽ ഉള്ളവരാണ് എന്ന് കണ്ടെത്തി. അതിൽ OBCകൾക്ക് 27% റിസർവേഷൻ ആവശ്യമാണ് എന്നവർ നിലപാടെടുക്കുന്നു. അത് അങ്ങനെ SC/ST OBC റിസർവേഷൻ ഏതാണ്ട് 49.5% വേണം എന്നുള്ളൊരു പഠനം 1980കളിലാണ് ഇത് പുറത്തു വരുന്നത്. പക്ഷേ ഇത് 90ലാണ് ഇത് VP സിംഗ് ഓഗസ്റ്റിലാണ് താൻ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. തുടർന്ന് തീർച്ചയായും അതിന്റെ ചരിത്രമുണ്ട് മനു. അതിന് അന്ന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് ആണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആദ്യം തുടങ്ങി വെച്ചതും. പക്ഷേ അത് ഏത് നിലയിലെത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും സംവരണം പ്രധാന വിഷയമായി മാറുന്നു തെരഞ്ഞെടുപ്പിൽ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനു, ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുതലുള്ള കാര്യങ്ങൾ മനു സൂചിപ്പിച്ചു വരികയായിരുന്നു. അതെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് 90കളിൽ വലിയ അന്നത്തെ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു, രാജീവ് ഗോസ്വാമി. അതിനുശേഷം ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. VP സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തെ ബാധിച്ച ഒരു വിഷയമായിരുന്നു. ദീനബന്ധു കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ കോമേഴ്സ് വിദ്യാർത്ഥിയായിരുന്ന ഈ രാജീവ് ഗോസ്വാമിയുടെ മരണം അത് കേരളത്തിൽ മുന്നോക്ക വിഭാഗക്കാർക്കിടയിൽ വലിയ ഒരു ആശങ്ക വിതയ്ക്കുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായും അതിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്നു. സുപ്രീം കോടതി ഇതിൽ ഇന്ദിരാ സ്വാനി കേസിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും ഒപ്പം അതിനുശേഷം ഈ പിന്നോക്ക തരത്തിലുള്ള അവരിപ്പോൾ ഒരു പ്രത്യേക കാസ്റ്റ് ആകണമെന്നില്ല, പിന്നോക്ക വിഭാഗം എന്ന് തോന്നുന്ന ഒരു വിഭാഗത്തെ അത് ഏത് ഇതിൽപ്പെട്ടാലും അവർക്ക് ആവശ്യമായ സംവരണം നൽകാം എന്ന ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ കർണാടകയിലും അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് കർണാടകയ്ക്ക് മുന്നേ ആന്ധ്രാപ്രദേശിൽ ഇത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു നീക്കം നടക്കുന്നത്. എങ്ങനെയാണ് അവിടെ സംവരണം മുസ്ലിം വിഭാഗത്തിന് കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നു. 2004 ഈ വിഷയം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വരുന്നു. പിന്നെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഇത് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷന് നൽകുന്നു. അങ്ങനെ 2005 ഇത് സംബന്ധിച്ച് കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടിയാണ് മുസ്ലിം വിഭാഗത്തിന് 5% സംവരണം നൽകാം എന്ന് ഒരു നീക്കം വരുന്നത്. പക്ഷേ അത് ഉടനെ ഹൈക്കോടതിയിലെത്തുന്നു. അർച്ചന റെഡ്ഡി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന വലിയ സുപ്രധാനമായ കേസ് നടക്കുന്നു. അത് മുഴുവൻ സമുദായത്തിനും കൊടുക്കാൻ കഴിയില്ല. ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ മുഴുവൻ സമുദായത്തിനും കൊടുക്കാൻ കഴിയില്ല. അതിൽ കൃത്യമായി പിന്നോക്ക സാഹചര്യമുള്ള വിഭാഗങ്ങൾ ഏത് എന്ന് കണ്ടെത്തണം എന്നൊക്കെയുള്ള വിഷയം വരുന്നു. അത് പിന്നീട് ഹൈക്കോടതിൻ്റെ ആ നടപടി സുപ്രീം കോടതിയിലേക്ക് എത്തുകയും അവിടെ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ 10 മേൽത്തട്ടിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്. അത് ഈ സയ്യിദ്, മുഗൾസ്, പത്താൻ, ഇറാനി, ബോറ, കോജ, മേമൻ തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഉയർന്ന വിഭാഗങ്ങളാണെന്നും അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇത് നൽകണമെന്നും ഒക്കെയുള്ള നീക്കം വരുന്നത്. ഏതായാലും 2014 ആന്ധ്രാപ്രദേശ് 2ആയി വിഭജിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോഴാണ് ഈ തെലങ്കാന സർക്കാർ 2017 12%
ഈ സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ ജി സുധീർ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു ബാക്ക്വേർഡ് കമ്മീഷൻ ഈ വിഷയം പഠിക്കുകയും അവിടെ ഈ സംഗതി നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതേസമയം കർണാടകത്തിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കർണാടകത്തിൽ ജസ്റ്റിസ് ഒ ചിന്നപ്പ റെഡ്ഡിയും ഒക്കെ നേതൃത്വം നൽകുന്ന സമിതിയാണ് ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നത്. അതിൽ നിന്ന് അവർ ഒരു നിലപാട് സ്വീകരിക്കുന്നു. സിദ്ധരാമയ്യ സർക്കാർ 94 മുതൽ അവിടെ ഇത് HD ദേവഗൗഡയുടെ കാലഘട്ടത്തിലാണ് ഇത് പ്രധാനമായും ആ ഒരു ആവശ്യം കൂടുതൽ ശക്തമായി സർക്കാർ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് കോൺഗ്രസ് സിദ്ധരാമയ്യ അത് ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നെ കർണാടകയിലും 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുന്നു. പക്ഷേ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടി അത് നീക്കം ചെയ്യണം എന്ന ഒരു ആവശ്യം അവിടെ വളരെ ശക്തമായി ഉന്നയിക്കുന്നു. പിന്നീട് അത് പിന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. തീർച്ചയായും എന്തായാലും ആ സൂചന തന്നെയാണ് അമിത്ഷാ നൽകുന്നത്. തെലങ്കാനയിൽ തങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ സംവരണം എടുത്തു കളയും എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ശ്രമിക്കുന്നത്. അതെ, അവർ സ്വാഭാവികമായും ഈ സംവരണം എന്നുള്ളത് ഇപ്പം മറ്റൊരു വലിയ വിഭാഗത്തിനിടയിൽ വലിയൊരു അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു വിഷയമായി വന്നിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായും സംവരണം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം പാൽപ്പാടനിരയായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും അവർ നിരന്തരം ഈ സംവരണം അവർക്ക് തന്നെ കിട്ടുന്നു എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. അതേസമയം ഈ സർക്കാർ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള ആളുകൾ പിന്നെ എണ്ണം വർദ്ധിക്കുന്നു. അതിനുള്ള ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ ഈ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി സംവരണം കിട്ടുന്നില്ല എന്നൊക്കെ, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, നിഷേധിക്കപ്പെടുന്നു എന്ന തർക്കമൊക്കെ വളരെ വ്യാപകമായി വരികയും അതിനെ തുടർന്നാണ് BJP സർക്കാർ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൂടി ഇതിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം വരുന്നു. അത് സംസ്ഥാന സർക്കാരുകളും ആ നിലത്തിലൊക്കെ പലരും ചിന്തിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ളവർ അങ്ങനെ അനുകൂലമായൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും ഈ ബസവരാജ ബൊമ്മൈ സർക്കാർ പക്ഷേ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നു. ബസവരാജ ബൊമ്മൈ സർക്കാർ കർണാടകത്തിൽ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നു. പക്ഷേ 4% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകിയതിനെ സർക്കാർ അതിനെ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് വലിയ തർക്കങ്ങളിലേക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വിഷയമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക സംഭവമായി അവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ പ്രധാനമന്ത്രി ഓരോ ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയം, ആദ്യം ഘട്ടത്തിൽ ഇത് നികുതി എന്ന തലത്തിൽ ഒരു പ്രീണനം നടത്തുന്നു. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നു, അവരെ വോട്ട് ബാങ്കായി കാണുന്നു. ആ പ്രീണനത്തിൻ്റെ ഭാഗമായി അവർക്ക് കൂടുതൽ സാഹചര്യങ്ങൾ നൽകുന്നു, അവർക്ക് കൂടുതൽ സമ്പത്ത് നൽകുന്നു. അങ്ങനെ ആ നൽകുന്നതിൻ്റെ ഭാഗമായി അവരെ കോൺഗ്രസുമായി ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഒപ്പം അത് ഇത്തരത്തിൽ ഒരു മത ചിന്താഗതികൾക്കൊക്കെ സാധ്യത കൊടുക്കുന്ന, അല്ലെങ്കിൽ നിയമത്തിലൊക്കെ ആ മതചിന്താഗതി കടന്നു വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം അങ്ങനെ ഘട്ടം ഘട്ടമായി BJP ഉന്നയിക്കുന്നു. പക്ഷേ ഇതിനെ പ്രാദേശിക തലത്തിൽ എങ്ങനെ അതാത് പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നു എന്നതൊരു പ്രധാന വിഷയമാണ്. തമിഴ്നാട്ടിൽ DMK വളരെ ശക്തമായി രംഗത്ത് വന്നിരുന്നൊരു സാഹചര്യമുണ്ടെന്ന് അവിടെയും കോൺഗ്രസും ഈ വിഷയത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, അതിനെതിരെ നടപടികളുമായി വരുന്ന ഒരു തീർച്ചയായും നിയമ നടപടികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. മനു, ഇവിടെ കഴിഞ്ഞ ദിവസം അമിത്ഷാ സൂചിപ്പിച്ച കാര്യം, 284 സീറ്റിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. BJP NDA സഖ്യം 200 ഉറപ്പിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസം അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നു. പകുതി പിന്നിടുമ്പോഴാണ് 200 പറയുന്നത്. അപ്പോൾ ഇനി അത്ര തന്നെ സീറ്റുകളുണ്ട്. അതിൽ നിന്ന് 200 ആയാൽ 400 പാർ എന്ന അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കും എന്ന സൂചനകൾ അമിത്ഷാ നൽകുന്നു. അത്രയധികം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങളിലേക്ക് പോകുന്നു BJP എന്നതാണ് പ്രധാനമായും ഇവിടെ ഉയരുന്ന ആരോപണം. അത് NDAയുടെ BJPയുടെ ആത്മവിശ്വാസക്കുറവായി ചൂണ്ടിക്കാണിക്കുന്നു. 10 വർഷം ഭരണത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഈ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളിലേക്ക് പോകേണ്ടത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അത്തരം ഒരു ആത്മവിശ്വാസക്കുറവ് മനു തന്നെ സൂചിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംവരണം, ജാതി വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സർക്കാരുകളെയും ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വിഷയമാണ്. അത് പലകുറി
നമ്മൾ കണ്ടതാണ് എങ്ങനെയൊക്കെ പ്രയോഗിക്കപ്പെടുന്നു എന്നത്. പക്ഷേ അതിൻ്റെ ആവർത്തനം 2024 ഉണ്ടാകുന്നു എന്നത് NDA ക്യാമ്പിൻ്റെ ആത്മവിശ്വാസക്കുറവാണെന്ന വിമർശനത്തെ എങ്ങനെ കാണും? അല്ല, സ്വാഭാവികമായി ഈ 400 ഇസ് ബാർ 400 പാർ എന്ന പ്രയോഗം വന്ന ഘട്ടത്തിൽ അത് BJP പ്രവർത്തകർ വലിയ ആവേശത്തോടെ ഏറ്റെടുത്തു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ കാര്യമായി എതിർക്കുകയൊന്നും ചെയ്തില്ല. അപ്പം മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പാർലമെൻറ്റിൽ നിങ്ങൾ ഇത്തവണ 400 കടക്കുമെന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ തരത്തിലുള്ള അദ്ദേഹം പ്രയോഗങ്ങൾ നടത്തുകയും അത് കോൺഗ്രസ് തന്നെ അത് സമ്മതിച്ചു എന്ന് BJP എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡായ ഒരു കണക്ക് നോക്കുമ്പോൾ ഇത് സാധ്യമാണോ എന്ന് സംശയം സെഫോളജിസ്റ്റുകൾ മുന്നോട്ട് വെച്ചു. കാരണം ഇപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വാധീനമുള്ള എല്ലായിടത്തും അവർ മുഴുവൻ തൂത്തുവാരിയ ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കർണാടകയിൽ അവർക്ക് ഏറെക്കുറെ 2 സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അവർക്ക് കിട്ടിയിരുന്നു. ഗുജറാത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിരുന്നു. ഇനി ആകെ ഇപ്പോൾ ബീഹാറിൽ അവർ വലിയ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇനി എവിടെ നിന്ന് ഇത് സാധ്യമാകും എന്ന ചോദ്യം ഉയരുന്നൊരു ഘട്ടത്തിലാണ് അവർ പ്രധാനമായും ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അതുപോലെ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പിന്നീട് അത് ശക്തമായ രീതിയിൽ ഈ 400 കടക്കാൻ പോകുന്നില്ല എന്ന നിലപാട് ആവർത്തിച്ച് ആളുകൾ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. 200 പോലും കടക്കില്ല എന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ലാലു പ്രസാദിൻ്റെ ഒരു നീക്കം, അദ്ദേഹം ലാലു പ്രസാദിനെയും പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ചില വാദപ്രതിവാദങ്ങളുണ്ടായി. പ്രധാനമന്ത്രി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കുന്നു, അയാൾ പിന്നെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്, അത് ബെയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, അത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകണം എന്ന ആവശ്യം പ്രധാനമായി ഉന്നയിക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി ബീഹാറിൽ പ്രധാനമന്ത്രി ഈ വിഷയം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നു. അത് ലാലുവിനെ പരിഹസിച്ചുകൊണ്ടാണ്. കാരണം ലാലു പ്രസാദ് യാദവ് ഇത്തരത്തിൽ പിന്നെ മുസ്ലിങ്ങൾക്കും പൂർണ്ണ സംവരണം എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന് വന്നു. പിന്നെ അത് സാധ്യമാണോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നൊരു ഘട്ടമൊക്കെ വന്നു. മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞു അത് ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന് മതാടിസ്ഥാനത്തിലുള്ള സംവരണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് മതാടിസ്ഥാനത്തിൽ ഉള്ള സംവരണം അത് ഭരണഘടനാ താല്പര്യങ്ങൾക്കെതിരാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ഒരു തുല്യമായ പങ്കാളിത്തം നൽകുക എന്നതാണ് ഏറ്റവും ശരിയായ ഒരു നിലപാട്. പക്ഷേ അതേസമയം തന്നെ ഈ ക്രിസ്ത്യൻസിന്, പാർസികൾക്കുമൊക്കെ ഇതിൽ ഒരു സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവരാണ് എന്ന നിലപാടും ചില ഘട്ടങ്ങളിൽ BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലങ്ങൾ കൊണ്ട് മാറിമറിഞ്ഞ് വരുന്ന ഒരു രീതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു സമയത്ത് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായൊക്കെ നടത്തുന്ന ചില നീക്കങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും BJP ലക്ഷ്യമിടുന്നൊരു കാര്യം ഈ ഹൈന്ദവ സമൂഹത്തിലെ മേൽത്തട്ടിൽ തൊട്ട് താഴെ തട്ടിലുള്ള ആളുകൾക്കിടയിൽ വരെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായാൽ മാത്രമേ അവരുടെ വോട്ട് ബേസ് ഇനി വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് പ്രത്യേകിച്ച് ഈ താഴെ തട്ടിലുള്ള വോട്ട് ബേസ് വർദ്ധിപ്പിക്കാനുള്ള അതിശക്തമായ ശ്രമം നടക്കുകയും സാമ്പത്തികമായും അതുപോലെ ജാതീയമായും താഴെ തട്ടിൽ എന്ന് പറയുന്ന ആളുകളുടെ പിന്തുണ കിട്ടാനൊക്കെയുള്ള പദ്ധതികൾ, അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ വളരെ പിന്നോക്ക വിഭാഗത്തിൻ്റെയൊക്കെ പ്രഖ്യാപനങ്ങൾ പിന്തുണ കിട്ടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അദ്ദേഹം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കോൺഗ്രസ്സിന് ഈ വിഷയം ആദ്യത്തെ ഈ ജാതി സെൻസസ് എന്നത് തുടക്കത്തിൽ പറഞ്ഞു, പിന്നെ അവരതിൽ ഉറച്ചു നിന്നു, ആ നിലപാടുമായി കുറേ കൂടെ മുന്നോട്ട് പോയി. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല, എന്താണ് തങ്ങൾ പറയുന്നതെന്ന് ആവർത്തിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം. മനു, ഇവിടെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ സീമകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ ഇക്കുറി എന്നതൊരു സംശയമാണല്ലോ. ജനപ്രാതിനിധ്യ നിയമം കൃത്യമായി മതം, വംശം, ഭാഷ തുടങ്ങിയ വിഷയങ്ങളെ ഒന്നും അടിസ്ഥാനപ്പെടുത്തി ഇത്തരം പരാമർശങ്ങളോ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങളോ പാടില്ല എന്ന് പറയുന്നിടത്ത് ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അത് വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശമാണെന്ന് വ്യാപക പരാതി ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോകുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത വലിയ രീതിയിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണോ? അത്തരമൊരു ഇടപെടൽ ഇല്ലായ്മ അത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ തന്നെ ശോഭ കെടുത്തുന്നുണ്ടോ?
അതിനെ വേണമെങ്കിൽ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയുള്ളൊരു വിദ്വേഷ പ്രസംഗമാണോ ഇത് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അവരെ ഒരു ദി അതർ അല്ലെങ്കിൽ മറ്റൊരു ശത്രു അല്ലെങ്കിൽ അവർ ഇത്തരം പൊതു താല്പര്യങ്ങൾക്കെതിരായോ എന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കുന്നതായുള്ള ആരോപണങ്ങളാണ് വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ഇപ്പോൾ ഒരു വിഭാഗത്തിന് റിസർവേഷൻ നൽകും അല്ലെങ്കിൽ സംവരണം നൽകും എന്ന് പറയുന്നതിന് നമുക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് അല്ല, ജനവിഭാഗത്തിൽ ഒരു ശതമാനം ഒരു പ്രധാന ജനവിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരായി പറയുന്നുണ്ട്, അവർ സമ്പത്ത് കൊള്ളയടിക്കുന്നവരായി ചിത്രീകരിക്കുന്നുണ്ട്. അതെ, അതായത് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർ ഇന്ത്യയിലെ വോട്ടർമാരല്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അതായത് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവരെ കുറിച്ചാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാദിക്കല്ല, അതാണ് ശരിയും. മാത്രമല്ല, പക്ഷേ അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ഈ അവിടുന്ന് വരുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ അദ്ദേഹം ഒരുപക്ഷെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇവരെ മാ ഭാരതി ക ബേട്ട എന്ന തരത്തിൽ അവരെ ഇരു കൈ നീട്ടി ഹൈന്ദവരെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തർക്ക വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. അതേസമയം അദ്ദേഹം അത് ഉന്നയിക്കുന്നത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ്. കാരണം പൗരത്വ നിയമത്തിൽ അദ്ദേഹം ഇപ്പോൾ ഉള്ളൊരു പ്രധാന ആവശ്യം അത് മത അടിസ്ഥാനത്തിൽ ആ പൗരത്വം നൽകുന്നു എന്നതാണ്. അപ്പോൾ ആ പൗരത്വം മതാടിസ്ഥാനത്തിൽ നിന്ന് മാറ്റിയാൽ സ്വാഭാവികമായും മറ്റ് ഈ സമീപ രാജ്യങ്ങൾ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി നുഴഞ്ഞുകയറ്റക്കാരായാണ് അവർ വരുന്നത്. മറ്റവർ പിന്നെ മതപരമായ ആക്രമണങ്ങൾ നേരിട്ട് വരുന്നവരായും ഇവരെ നുഴഞ്ഞുകയറ്റക്കാരായും ചിത്രീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായും അതിനെ BJPയുടെ ഒരു നിലപാട് മതപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വരുന്നവരെ സ്വീകരിക്കുക എന്നതും മറ്റവർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ള നിലപാടാണ്. അത് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ നിലപാടാണ് BJP ശക്തമായി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നാൽ പോലും CAA നടപ്പാക്കുന്നതിനെ തടയാനാകില്ല എന്ന് കൂടി ഇന്ന് അമിത്ഷാ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് വീണ്ടും സ്വാഗതം. സംവരണം, ന്യൂനപക്ഷ സംവരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വിഷയമായി തന്നെ അതിൻ്റെ പ്രചരണം മാറുന്നു എന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. മനു, പ്രധാനമായും തെലങ്കാന, ആന്ധ്ര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നു വരുന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ ഉള്ള തന്ത്രങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചർച്ച ഏത് നിലയിൽ സ്വാധീനിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? അത് ഒരു BJP കണക്കൂട്ടുന്ന ഒരു പോളറൈസേഷനിലേക്ക് ഇത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം കുറേ കാലമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അത് സംവരണം അത് സംബന്ധിച്ച് അത് ആദ്യം ആന്ധ്രാപ്രദേശിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു, അവിടെ അത് നടപ്പിലാക്കും. തെലുങ്കാനയിൽ അത് വരുന്നു. അങ്ങനെ സ്വാഭാവികമായും പിന്നെ കർണാടകയിൽ ഈ സംഭവം അവിടെയും പ്രധാനമായി ചർച്ചാ വിഷയമാകുന്നു. അവിടെ ഈ LG ഹവനീർ എന്ന പിന്നെ സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ റിസർവേഷന് എലിജിബിൾ ആണോ എന്ന ഒരു പഠനം നടത്തുന്നത്. പിന്നീട് അത് കമ്മീഷൻ്റെ തലവനായി വെങ്കട്ടസ്വാമി എത്തുന്നു, ചിന്നപ്പ റെഡ്ഡി എത്തുന്നു. അങ്ങനെ അവർ അതിന് ശേഷമാണ് ഈ 2B എന്ന ഒരു കാറ്റഗറി വീരപ്പ മൊയ്ലിയുടെ കാലത്ത് ഇവർക്ക് 6% റിസർവേഷൻ നൽകാം എന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിനുശേഷമാണ് ദേവഗൗഡ അവിടെ 4% സംവരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ മേഖലയിലും ഒക്കെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴൊക്കെ കൊടുക്കാം എന്ന നിലപാട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് കോൺഗ്രസ്സിന് അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന് അവർ കണക്കാക്കുന്നു. പക്ഷേ അത് പിന്നീട് അടുത്ത ബസവരാജ് ബൊമ്മൈ സർക്കാരിന് വരുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹം അത് മാറ്റുന്നതിന് ഉള്ള ഒരു നീക്കവും നടത്തി. അപ്പോൾ ഈ ഒരു മുസ്ലിം ബേസ്ഡ് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഒരു വോട്ട് ബാങ്കായി കാണുന്നു, ന്യൂനപക്ഷങ്ങളെ ഒരു വോട്ട് ബാങ്കായി കാണുക, അങ്ങനെയുള്ള ഒരു പൊതുതന്ത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി ഉള്ളതാണ്.
ഇത് ഇപ്പോൾ ട്രൈബൽ വിഭാഗങ്ങളിലെ ഒരു വോട്ട് ബാങ്കായി കാണുക, അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്കായി കാണുക, OBC ഒരു വലിയ വോട്ട് ബാങ്കായി കണക്കാക്കുക, ന്യൂനപക്ഷ സമുദായത്തെ ഒരു വോട്ട് ബാങ്കായി കണക്കാക്കുക, അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളെ. അപ്പോൾ ഈ വോട്ട് ബാങ്കുകളെ എല്ലാം ഒരേപോലെ പ്രീതിപ്പെടുത്തി ആർക്കൊപ്പം നിർത്താൻ കഴിയുന്നു എന്നതിടത്താണ് കോൺഗ്രസിൻ്റെ ആദ്യഘട്ടത്തിലുള്ള വിജയം എല്ലാം ഉണ്ടാകും. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും അതേസമയം ഏറ്റവും അധസ്ഥിതരായി താഴെത്തട്ടിലുള്ള ആളുകൾക്കുമൊക്കെ ഒരുപോലെ സ്വീകാര്യമായ ഒരു നയ സംവിധാനം അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ആദ്യം എല്ലാ കാലത്തും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ച ഒരു നിർണായക വിഷയം അത് ദാരിദ്ര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗരീബി ഹട്ടാവോ എന്നതൊരു വലിയ പ്രശ്നമായിരുന്നിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവും ദാരിദ്ര്യം, അതുപോലെ ഗ്രീൻ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിന് മുന്നേ ദാരിദ്ര്യം ഒരു വലിയ വിഷയമായി ഉയർത്തുന്നു. ഇന്ദിരാഗാന്ധിയും ഗരീബി ഹട്ടാവോ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് രാം റൊട്ടി മക്കാൻ എന്ന ഒരു പ്രയോഗം കൊണ്ടുവരുന്നത്. അപ്പോഴും ഈ റൊട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ മുഴുവൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ നമ്മൾക്ക് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതൊക്കെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമല്ലാതായി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാൻ കഴിയും. തീർച്ചയായും അവിടെ ഡെവലപ്മെന്റ് ഒരു വിഷയമായി നമ്മൾ കണ്ടുവന്നിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരുന്നു. ഇത് മാറുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിൽ നിന്ന് മാറ്റി ഡെവലപ്മെന്റിലേക്ക് വികസനം അതൊരു പ്രധാന അജണ്ടയാക്കുന്നു, മൂന്നാം സാമ്പത്തിക ശക്തി എന്നുള്ളത് അജണ്ടയാക്കുന്നു. ഇന്ന് അമിത്ഷാ പറഞ്ഞത് ജിഹാദ് വേഴ്സസ് വികാസ് ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ പാടെ ഇല്ലാതാകും. നമുക്ക് CSDS ലോക് നീതി സർവേ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് എന്നതാണ്. വളരെ സൗകര്യപ്രദമായ അത്തരം ചർച്ചകളെ വഴിമാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യം? അതെ, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ ഘട്ടത്തിലും ബേറോസ്ഗാരി, അതായത് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി ഉയർത്താറുണ്ട്. അല്ലെങ്കിൽ മെഹങ്കായി എന്ന് പറഞ്ഞ് പ്രചരണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു വാക്കാണ് മെഹങ്കായി, ബേറോസ്ഗാരി. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി വലിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് റാം റിസർവേഷൻ തുടങ്ങിയ വിഷയങ്ങൾ ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര ചർച്ചാ വിഷയങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ ഈ കോൺഗ്രസ് ഒരു പ്ലാൻ ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കത്തിന് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം BJP നടത്തുന്നു. അത് എത്ര കണ്ട് വിജയിച്ചു എന്നൊക്കെ ഒരുപക്ഷെ ജൂൺ ആദ്യവാരം ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുക എന്ന ഒരു നീക്കം BJP നടത്താൻ കഴിഞ്ഞു എന്നതാണ്. പ്രധാനമന്ത്രി എല്ലാ ഇടങ്ങളിലും ഈ വിഷയങ്ങൾ, പലതരം വിഷയങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാറ്റിനും ഒരുപോലെ മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അത് വസ്തുതകൾ പോലും ആണോ എന്ന സംശയം വരും. കാരണം ഓരോന്നും സാം പിട്രോഡ സൂചിപ്പിക്കുന്ന സാഹചര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കർത്തവർഗക്കാരുടെ പരാമർശം പോലും അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം എടുത്ത് അത് വംശീയ പരാമർശമാക്കുന്നു എന്ന തരത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നു. അല്ല, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളൊക്കെ വരാം. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട ഒരു ചെറിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മായി ബന്ധപ്പെട്ട കേസ് സൂറത്തിൽ ഉണ്ടായല്ലോ. അപ്പോൾ ഗുജറാത്തിൽ അദ്ദേഹത്തിന് രാഹുലിന്റെ കാര്യം അംബാനി അദാനിക്കെതിരെ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം മിണ്ടുന്നില്ല രാഹുൽ എന്ന് മോദി പറയുകയാണ്. അല്ല, സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങളൊക്കെ വരും. അത് ഈ വളരെ സീസൺഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അതിനെ പെട്ടെന്ന് കൗണ്ടർ ചെയ്ത് പോകാൻ കഴിയും. അവിടെ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് അത് സംബന്ധിച്ച് പോകാൻ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ പലപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചില പ്രധാന വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ആലോചിച്ച് നാളെ പറയാം എന്നൊക്കെ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് ഈ പ്രചരണ രംഗത്ത് ഉണ്ടാകുന്ന ഈ പെട്ടെന്ന് വരുന്ന ചേഞ്ചുകളെ അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ. തീർച്ചയായും എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ സംവരണം പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ്. പകുതി ദൂരം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ദിവസങ്ങൾ, 4 ഘട്ടം ഇനിയും നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗം, പ്രചരണ രംഗം മാറി മറിയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints,
100 years of trust. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.